എന്നാലും ജാസ്മിൻ്റെ ഒരു കോൺസെപ്റ്റിൽ എന്താണ് ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്? എൻ്റെ പൊന്നു കൂട്ടായി എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ സിംഗിൾ ലൈഫ് ബോറടിക്കുന്നുണ്ടോ? എടാ എനിക്ക് സിംഗിളായിട്ട് ജീവിക്കാൻ അറിയില്ല. ഞാൻ പക്ഷെ ഇപ്പം ഞാൻ പഠിച്ചു സിംഗിളായിട്ട് ജീവിക്കാൻ. 2023 ചെയ്യാൻ പറ്റാതെ പോയത് കല്യാണം കഴിക്കാൻ പറ്റില്ല എനിക്ക്. 2023 റിയലൈസ് ചെയ്ത ഒരു ഫാക്ടർ. ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യുന്ന ഭയങ്കര പറയായിരിക്കും. ഞാൻ ആദ്യം ഇന്റർവ്യൂ വന്ന പോലെയല്ല ഇപ്പോൾ. കുറേ ഞാൻ സൈലന്റ് നമ്പ മാട്ടേന്ന് പറഞ്ഞാൽ നമ്പ മാട്ടേന്ന് ആരെയും നമ്പ മാട്ടേ. ഞാൻ ഭയങ്കര ഓവറായിട്ട് എല്ലായിടത്തും ഇതാവുന്നു. അത് നിർത്തി. അത് ഞാൻ പഠിച്ച ലെസണോണെങ്കിൽ ഞാൻ ചെയ്യില്ല ഒരിക്കലും. അതെനിക്ക് നല്ലവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ചീത്തയായിട്ടുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ പണ്ടത്തെ ആ ഒരു നല്ലവരെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാധനം എനിക്ക് കൊണ്ടുപോകണം എന്നുണ്ട്. പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസത്തെ ഒരു പരിചയത്തിൽ എനിക്ക് പറ്റില്ല. ഇഷ്ടപ്പെട്ട പാട്ട് ഒരു പാട്ട് പാട് സാധിച്ചു. സമയമിതാപൂർവ അമൃതം ശിവമയ സംഗീതം. പെട്ടെന്ന് മഴ പെയ്ത് എന്ത് ചെയ്യും? സാരിയും ബുക്കിയോടും. മലയാളികൾ നാക്കുകൊണ്ടും ഇംഗ്ലീഷുകാർ കാലുകൊണ്ടും ചെയ്യുന്നത് എന്താ? ഒരാൾ ഒരാടിനെ വാങ്ങാൻ പോയി. സാധാരണ ആളുകൾ വില പേശുമല്ലോ എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോ, പക്ഷെ ഇവൻ വില കൂട്ടാൻ പറഞ്ഞു. ആ ആടാണോ? അല്ല, റിച്ചാർഡ്. അവന്റെ പേര് റിച്ചാർഡ് എന്നായിരുന്നു. സോ ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട്. റമ്മുകളിൽ ഏറ്റവും മൂത്തതാര്? റമ്മില്ല റം അതിലേറ്റവും. സോറി മസ്താനി, അതെനിക്ക് അറിയില്ല. മൂത്രം. എന്നാലും ജാസ്മിൻ്റെ ഒരു കോൺസെപ്റ്റിൽ എന്താണ് ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്? എൻ്റെ പൊന്നു കൂട്ടായി എനിക്ക് അറിയാൻ പാടില്ല. അടുത്ത ടോപ്പിക്ക് പിടിക്കും. ഓക്കെ, ഇപ്പം കുറെ വീഡിയോസും ഈ കോണ്ടന്റ്സ് അല്ലാണ്ട് ഇപ്പം റീൽസ് ചെയ്യാറുണ്ട്, ആക്ടിങ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ജാസ്മിന് ആക്ടിങ് ഒക്കെ ഇഷ്ടമാണോ? അതൊക്കെ എനിക്കോ കുഴപ്പമില്ല. സിനിമയിലൊക്കെ ചാൻസ് വന്നാ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ? എടാ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു റീൽസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോൺ എടുത്ത് വെക്കുന്നു, നമ്മൾ ആക്ഷൻസ് ഇടുന്നു, നമുക്കത് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എക്സ്പ്രഷൻ ഇടാം. തെറ്റിപ്പോയത് പക്ഷെ കുറേ ക്രൂവിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ അത് വരണമെന്നില്ല, ഒരു വിറയിൽ വരാം. അപ്പം എനിക്ക് കോൺഫിഡൻസോടെ ഞാൻ അഭിനയിക്കും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് പേടിയാവും. ഞാൻ പണ്ടൊരു ആൽബം ചെയ്തിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ എനിക്ക് സിമ്പിളാ, ഞാൻ ഇപ്പം മറിക്കും പറഞ്ഞു പോയതാ. കിടുങ്ങിയ വിറയിൽ എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. എന്താ പേടിയാ, കാരണം അത്രയും ക്രൂ നിൽക്കല്ലേ. അത് സിനിമയെന്ന് പറയുമ്പോൾ എന്തോരം ആൾക്കാരുണ്ട്, ആൽബം എന്ന് പറയുമ്പോൾ അത്രയും ഇല്ല. എന്നാലൊരു ഇഷ്ടമുള്ള ഇപ്പം ഇന്ന ആളുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, എന്തൊന്നും ഇല്ല. അത് ഞാൻ പറയുന്നില്ല. അടുത്ത ഈ പെണ്ണ് വിഷയമല്ല. നീ ചോദ്യം പറഞ്ഞാ അത് ചോദിക്കും. ജാസ്മിൻ ഇഷ്ടമുള്ളത് എന്നോട് ഇതൊന്നും ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. ബ്രേക്കപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ കുറെ ആൾക്കാര്, കുറെ പെൺകുട്ടികള്, ഇപ്പൊ ആൺകുട്ടികളും ഉണ്ടാവും. ചില ആൾക്കാർക്ക് അത് അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ജാസ്മിൻ എങ്ങനെ അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് ഇങ്ങനെ മുന്നോട്ട് വരണം, ലൈക്ക് ആള് പോയാലും നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകണമല്ലോ. അപ്പൊ ജാസ്മിന് അങ്ങനെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ കൊടുക്കാനുണ്ടോ? ആര് പോയാലും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും. അതൊക്കെ നമ്മുടെ തോന്നലാണ്. അത് നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ ഇമോഷൻ കാരണം നമുക്ക് തോന്നുന്നതാണ്. ഇനി ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കടുക കയറി ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് പോയി? നമുക്ക് പോയി, വേറെ ആർക്കും പോവില്ല. അവർ ജീവിക്കും. പിന്നെ നമുക്ക് ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നമുക്ക് തോന്നുന്നു അയ്യോ ഒന്നും നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. അങ്ങനെ പോവടാ, ഒരു കുഴപ്പമില്ല. നമ്മളപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് ഇത് പോകാൻ നേരത്തും എനിക്ക് മുമ്പിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കിതും പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതും പിടിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ല. എനിക്ക് വീട്ടിലെ കാര്യം നോക്കണം, എല്ലാം നോക്കണ്ടേ. അപ്പം എനിക്കിത് മാത്രം നോക്കിയിരിക്കുവാണ്, ഇതും ആലോചിച്ച് കരഞ്ഞിരിക്കുവാണ്, എനിക്ക് എണീക്കാൻ പറ്റില്ല, ഞാൻ അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആർക്ക് പോയി? എനിക്കും എൻ്റെ വീട്ടുകാർക്കും പോയി. അത് നമുക്കതൊന്നും ചിന്തിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇപ്പം എനിക്ക് പറയാൻ എളുപ്പമാണ്. ഇപ്പം റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കുന്നവർ അവർ തന്നെ പറയുന്നത് നിനക്ക് പറയാൻ എളുപ്പമാണ് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ സ്വയം വിചാരിക്കണം. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ ആൾക്കാർ നമുക്ക് കുറേ അഡ്വൈസ് തരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആൾക്കാർ വിളിക്കും, അവർ നമുക്ക് കുറേ അഡ്വൈസ് തരും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറയും. എന്നാലും നമ്മൾ കുറച്ച് പാട്ടേക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കരയും, കുറച്ച് രാത്രിയാകുമ്പോൾ വീണ്ടും കരയും, ഇതാവും. നമ്മൾ സ്വയം വിചാരിക്കണം പോയി, ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ആയുസ്. ജീവിക്കണം എന്നുള്ള സ്ഥാനത്തിൽ പോകണം. ഈ സോൾമേറ്റിലൊക്കെ വിശ്വാസം ഉണ്ടോ? അങ്ങനെയൊക്കെ ഇല്ലേ? എന്താ
ഞാൻ സോൾമേറ്റ് ഇപ്പൊ ഞാൻ എന്നോ കേട്ടിട്ട് പിന്നെ എന്നാ കേൾക്കുന്നത് ആ ഒരു വാക്ക്. ആണോ? ഇപ്പൊ ജാസ്മിന് എനിക്ക് തോന്നുന്നു കുറെ ഗേൾസ് അല്ലേ ഫോളോവേഴ്സ് കൂടുതലുള്ളത്. അപ്പം അങ്ങനെ ആരെങ്കിലൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ടോ ലൈക്ക് ഇത്താ ഞാനും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കോൾ? അത് ബ്രേക്കപ്പിന്റെ കാര്യം മാത്രമൊന്നുമല്ല, ഫാമിലി ഇഷ്യൂ ആയിട്ട് വിളിക്കുന്നവരുണ്ട്. പിന്നെന്താ അങ്ങനെ കുറെ ഇത്. ഒരു കൊച്ചൊരു ദിവസം എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കറുത്തിരിക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ലാന്ന്, നാളെ വിവാദമായിരിക്കും, എനിക്ക് വയ്യ. കറുത്തിരിക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടം. അതൊക്കെ പിള്ളേർക്ക് തോന്നുന്നതാ. വീട്ടുകാർക്ക് എന്താ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വീട്ടുകാരെ ഒന്നും. മക്കൾ കറുത്തിരിക്കുന്നു പറഞ്ഞു വാപ്പാക്കും ഉമ്മക്കും ഇഷ്ടമല്ലാതിരിക്കോ? നമ്മൾ കേട്ടില്ലേ കാക്കയ്ക്ക് തൻകുഞ്ഞു പെൺകുഞ്ഞെന്ന്. ചിലപ്പോ ആ കൊച്ചിന്റെ പ്രായത്തിൽ തോന്നുന്നു കൊച്ചു വെച്ചാ എന്തുവാ എന്റെ കോളേജ് ഫീസ് ഒന്നും അടയ്ക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നതിന്. ഞാൻ ചോദിച്ചു വീട്ടിലെന്താ, വീട്ടിൽ കടവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എങ്ങനെയാ മക്കളെ കോളേജ് ഫീസ് അടയ്ക്കുന്നത്? പക്ഷെ പ്രായത്തിന്റെ ആയിരിക്കും. പിന്നെ അത് അങ്ങനെയൊക്കെ വിളിച്ച് കരയുന്നവരുണ്ട്. പിന്നെ റിലേഷൻഷിപ്പിന്റെ വിളിച്ച് കരയുന്നവരുണ്ട്. ഇനി ഞാൻ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്കറിയാൻ പാടില്ല, ഞാനെന്താ പറയുക. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. നാളെ പറയും ജാസ്മിൻ ജാഫർ പറഞ്ഞിട്ടാ ഞാനത് ചെയ്തത്, എന്റെ തലയില്ല. പക്ഷെ ഞാൻ ആശ്വസിപ്പിക്കാറുണ്ട്. എന്നും പറഞ്ഞാൽ എല്ലാവരെയും ആശ്വസിപ്പിക്കാറുണ്ടെന്നല്ല, എന്തെങ്കിലുമൊക്കെ ഞാൻ കാണാറുണ്ട്. ചിലത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കും ചില പിള്ളേര്. എന്നിട്ട് ചോദിക്കും ഒന്ന് ജാസ്മിൻ എത്താറ് എൻ്റെ മെസ്സേജ് നോക്കാൻ പറയുമോ, അതൊന്ന് നോക്കാൻ പറയോ, അർജന്റ്. അങ്ങനെ അങ്ങ് അർജന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാൻ നേരത്തതായിരിക്കും സംഭവം, വിഷമം പറിച്ചതായിരിക്കും. അങ്ങനെ ആൾക്കാരിങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ജാസ്മിൻ്റെ ഉള്ളിൽ എന്താ തോന്നുന്നത് സ്വയം? എന്ത് തോന്നാനാ? ആൾക്കാരിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കും. എനിക്ക് എൻ്റെ എടാ എനിക്കിപ്പോൾ ഒരിക്കലും ഇപ്പം തൻ്റെ പ്രശ്നം ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും സിറ്റുവേഷൻ സെയിം ആയിരിക്കും, പക്ഷെ മെന്റൽ സ്റ്റേറ്റ് സെയിം ആയിരിക്കില്ല. മനസ്സിലായോ? അപ്പം എനിക്ക് എൻ്റെ മെന്റൽ സ്റ്റേറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ അത് മസ്താനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, മസ്താനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പറഞ്ഞു തരാന്നേ പറ്റൂ. അങ്ങനെ പറയും. പക്ഷെ അവർക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റുമോ അംഗീകരിക്കാൻ പറ്റില്ല. അത്രേ. അപ്പൊ സിംഗിൾ ലൈഫ് ബോറടിക്കുന്നുണ്ടോ? എടാ എനിക്ക് സിംഗിളായിട്ട് ജീവിക്കാൻ അറിയില്ല ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ പഠിച്ചു സിംഗിളായിട്ട് ജീവിക്കാൻ. എനിക്ക് എന്തുവാ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രേമിക്കാൻ ഒരാൾ വേണമെന്നല്ല കേട്ടോ, എനിക്ക് സൈഡ് സപ്പോർട്ടിന് ആരെങ്കിലും വേണം. ഇപ്പൊ ഉമ്മ ആണെങ്കിൽ ഞാൻ എല്ലാ ഉമ്മാരത്തിരുന്ന് പറയും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോയി വീട്ടിൽ വരുമ്പോൾ ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉമ്മാരത്ത് വന്നിരുന്ന് പറയും, എല്ലാം വന്നിരുന്ന് പറയും. അതുപോലെ എനിക്ക് ആരെങ്കിലും വേണം, ഒരു ഫ്രണ്ട് വേണം. ഇപ്പൊ എനിക്കിപ്പോ ഫ്രണ്ട് എന്ന് പറഞ്ഞാലും ഞാനിപ്പോ എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യത്തില്ല. ഞാൻ കുറേ ഇങ്ങനെ ഹൈഡ് ചെയ്ത് പറയണ്ട അത് പറഞ്ഞാൽ ശരിയാവില്ല, വേണ്ട എന്ന് വെച്ച് ചെയ്യും. അപ്പൊ എനിക്ക് ഒരാൾ വേണം, അതെനിക്ക് എന്താ എല്ലാം തുറന്ന് പറയാൻ ഒരാൾ വേണം. എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ, പെട്ടെന്ന് എനിക്ക് കരച്ചിലൊന്നും ഓടിപ്പോയി കരയാൻ, കുറെ പൊട്ടത്തരങ്ങളൊക്കെ പറയാൻ. അപ്പൊ ഇപ്പൊ ഞാൻ പൊട്ടത്തരങ്ങളൊക്കെ അധികം പറയാറില്ല. എന്തിനാ വെറുതെ. പക്ഷെ ഈ ജാസ്മിൻ എല്ലാരും കൂടി മാറ്റി, നല്ല കുട്ടിയായിരുന്നു. ഫുൾ അങ്ങ് മസിൽ പിടിച്ച് ഭയങ്കര മസിലൊന്നും പിടിച്ച്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ നല്ലോണം മിണ്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ വൈബ് പോരാ ഒരു മിസ്സിങ്. പക്ഷെ എനിക്ക് ആ ഒരു സാധനം ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് നല്ലോണം മിണ്ടുന്നതെന്നാ. ഞാൻ എങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഒതുങ്ങിയതാണ്. അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് തന്നെ. എനിക്ക് ഓൾറെഡി അറിയാം ഞാനൊന്ന് ഒതുങ്ങിയെന്ന്. പക്ഷെ ഞാൻ പിന്നെ എല്ലായിടത്തും അടിച്ചൊളിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു കൊച്ചു വിളിച്ചു, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവള് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കും. എൻ്റെ അടുത്ത് ഫോളോവേഴ്സ് ഒക്കെ ആയപ്പോൾ ജാടേ, ഞാൻ പൊന്നുമുളെ ഞാൻ ജാട കാണിക്കുന്നതല്ല. അവരെടുത്തറിയില്ല നീ ഒരുപാട് മാറിപ്പോയി, നീ അങ്ങനെ മാറി ഇങ്ങനെ മാറി. തോന്നിയോ? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല, അത്രയും ക്ലോസ് സർക്കിൾ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും പബ്ലിക്കിൽ പണ്ടുണ്ടായിരുന്ന ജാസ്മിന്റെ ആ ഒരു വൈബ് ഇപ്പോ കുറഞ്ഞു. അതെന്തിനാ കുറക്കുന്നത്? അങ്ങ് തിരിച്ചു പഴയ പവറിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ വരാനാ? വരണ്ടേ? ശ്രമിച്ചാ പറ്റും. വരും ഇൻഷാ അല്ലാഹ് വരും. ഞാൻ കുറച്ച് കാര്യം ചോദിക്കാം 2023 മാത്രം, അപ്പൊ അത് പറയണം. ഓക്കെ, ഫസ്റ്റ് 2023 ഉണ്ടായ ഒരു ബെസ്റ്റ് മൊമെന്റ്. ചാനൽ തുടങ്ങി 1 million സബ്സ്ക്രൈബേഴ്സ് ആയി, പ്ലേ ബട്ടൺ കിട്ടി, ഗോൾഡൻ പ്ലേ ബട്ടൺ. അതെ, എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലെന്ന് പറഞ്ഞില്ലേ, 1 million സബ്സ്ക്രൈബേഴ്സ് ആയി, അതൊക്കെ കിട്ടിയില്ലേ? അത് ക്രിസ്മസ് നല്ലല്ലോ, എന്നാലൊരു ആ സന്തോഷം ഇപ്പോഴും ആഘോഷിക്കാലോ. ആഘോഷിച്ചു. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാൽ എന്തോ യൂട്യൂബിന്റെ ആഡൊക്കെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? യൂട്യൂബിന്റെ ഈ ടാഗ് വരുന്ന അതിന്റെ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു. കൊള്ളാം. ഇനി ഒരു ബെസ്റ്റ് മൊമെന്റ് 2023. ബെസ്റ്റ് മൊമെന്റ് അങ്ങനെ പറയാൻ കുറേ ഉണ്ട്. അപ്പൊ എന്താ എടുത്തു പറയാ?
ആ 1 million ആയിട്ട് തന്നെ എനിക്ക് വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ആ ഒരു മൂഡിലായിരുന്നു. നമുക്ക് 1 million ആകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ വെക്കില്ലേ, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നുള്ള. ആ എക്സ്പെക്ടേഷൻ ഒന്നും നടന്നില്ല. ഓക്കെ. ഇനി 2023 കണ്ടുപിടിച്ച ഒരു ഹോബി. 2023 കണ്ടുപിടിച്ചൊരു ഹോബിയോ? അങ്ങനെ പ്രത്യേകിച്ച് ഹോബിയൊന്നും ഇല്ല. ഞാൻ സാധാരണ വണ്ടിയിലൊക്കെ പോകാൻ നേരത്ത് ഫോണിൽ ഭയങ്കരമായിട്ട് തോണ്ടുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറേ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്, ഫോണിൽ തോണ്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. അപ്പൊ ഞാൻ എപ്പോഴും പാട്ടിട്ട് പോകൊണ്ടിരിക്കും. ഓക്കെ. ഇനി 2023 വേണ്ടെന്ന് വെച്ചത് ശീലങ്ങളോ? അധികമായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു സാധനം അതെടുത്തു. ഓക്കെ. എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കാറുണ്ടോ? അങ്ങനത്തെ ഒരാളാണോ? ഞാൻ എടുത്താലും നടക്കാറില്ല. ഇല്ല അല്ലേ? ഞാനും അതെ, എന്തെങ്കിലും എടുക്കും, പക്ഷെ നടക്കാറില്ല. എല്ലാ വർഷവും വിചാരിക്കും ഈ വർഷം ഞാൻ ഇന്നതുപോലെ ചെയ്തുള്ളൂ. കൂടിപ്പോയി 5 ദിവസം, അതിൽ കൂടുതൽ നീളത്തില്ല. ഈ വർഷം എന്തെങ്കിലും എടുത്തായിരുന്നോ അങ്ങനെ? എന്തോ എടുത്തു, ഞാൻ ഓർക്കണമില്ല. ഓക്കെ. 2023 ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയത് എന്തെങ്കിലും? 2023 ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയതോ? അങ്ങനെ വെച്ചാ വ്യക്തിയോ അതോ അങ്ങനെ എന്തോ ആവാം, ഇഷ്ടമുള്ള എന്തോ ആവാം. 2020 ഞാൻ എൻ്റെ ഫുള്ള് ചാനൽ മൊത്തം നിർത്തിയേക്കായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പോ 1 വർഷത്തിന് മുമ്പായിരുന്നു. 2022 തോന്നുന്നു ഞാൻ ഫുള്ള് നിർത്തിയത്. അല്ല 2021 തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അത് ഞാൻ ഈ വർഷമാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് എൻ്റെ സോഷ്യൽ മീഡിയയിലോട്ട് വീണ്ടും വന്നത്. ഇനി 2023 ചെയ്യാൻ പറ്റാതെ പോയത് അതാണ്. ഈ ചെയ്യാം, പക്ഷെ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. ചെയ്യാൻ പറ്റാതെ പോയതോ? കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കല്യാണം കഴിക്കണമായിരുന്നോ? ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ? പിന്നെ എന്താ കല്യാണം കഴിക്കാൻ ഇഷ്ടമെന്നല്ല, എൻ്റെ കല്യാണമൊക്കെ ആയി വന്നിരുന്നതാണല്ലോ, അത് നടന്നില്ലല്ലോ, അങ്ങനെയുള്ളൂ. ഓക്കെ, നമുക്ക് കല്യാണത്തിലേക്ക് വരാം. അതിന് മുന്നേ കല്യാണത്തിലേക്ക് വരണ്ട, അവിടെ നിന്നാ. ഓക്കെ, അടുത്തത് 2023 മീറ്റ് ചെയ്ത ഒരു ബെസ്റ്റ് പേഴ്സൺ. കുറേ പേര് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എടുത്തു പറയാനാണെങ്കിൽ അമല്, അക്സറാക്ക, അഷിക, അവരൊക്കെ 2023 മീറ്റ് ചെയ്ത. ഓക്കെ. ഇനി 2023 ഓർത്തിരിക്കുന്ന ഒരു ഫണ്ണി മൊമെന്റ്? എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. എവിടേക്കോ ഞാൻ ചമ്മി നാറിയ കുറെ സാധനങ്ങൾ, അത് മതി. പക്ഷെ എന്താന്ന് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ മൈൻഡിലൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായത് അങ്ങനെ പറയാം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ട്രിവാൻഡ്രം ലുലുന്ന് ഞാൻ പോയി ഡ്രസ്സ് എടുക്കാൻ പോയായിരുന്നു. അപ്പൊ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പുള്ളിയായിട്ട് ഒരു നൈറ്റ് ഡ്രസ്സ് പോലൊരു സാധനം. അപ്പൊ ഞാൻ അതിട്ടുകൊണ്ട് വന്നപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് എന്തൊരു ഉടുപ്പ് ഇത്? അപ്പൊ ഞാൻ വിചാരിച്ചു കുന്ത മാറിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ലുലുവിൽ പോയി ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നോക്കി വരാൻ നേരത്തെ എന്നെ പോലൊരു ഡ്രസ്സ് ഇട്ടൊരു കൊച്ച് കറക്റ്റ് എന്നെ പോലെ. ഇതാരും നോക്കിയപ്പോ കണ്ണാടിയായിരുന്നു. കണ്ണാടിയായിരുന്നു പെട്ടെന്ന്. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു എന്തൊരു മണ്ടി ഞാൻ കണ്ണാടി നോക്കിട്ടോ. ഞാൻ പെട്ടെന്ന് എനിക്കെന്തോ ഞാൻ അപ്പൊ ഈ ഡ്രസ്സ് മാത്രമേ നോക്കണുള്ളൂ. അപ്പോഴാണ് ആൾക്കാർ എന്റെ ഡ്രസ്സ് എത്രത്തോളം ഭയങ്കര ഇരച്ച് നിൽക്കുന്ന ഒരു ഉടുപ്പായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ എന്നെ പോലെ ഇരച്ചൊരു ഉടുപ്പ്. പിന്നാണ് ഞാൻ മുഖം നോക്കിയപ്പോ ഞാൻ തന്നെ എന്റേതല്ല എന്റെ ഫുൾഫിക്കൽ. ഇനി ഇപ്പൊ നമ്മള് സ്വപ്നം കാണാറൊക്കെ ഉണ്ടല്ലോ. 2023 കണ്ട എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? പേടിക്കുന്ന സ്വപ്നം? ഇല്ലടാ, ഒന്നുമില്ലേ? എന്തൊക്കെയോ കണ്ട അപ്പൊ കളയുന്നില്ലോ നമ്മള്. ഓക്കെ. ഇനി 2023 റിയലൈസ് ചെയ്ത ഒരു ഫാക്ടർ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധികാരം വിശ്വസിക്കും. ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യുന്ന ഭയങ്കര ഇപ്പൊ ഇവർക്ക് പറയായിരിക്കും. ഞാൻ ആദ്യം ഇന്റർവ്യൂ വന്ന പോലെയല്ല ഇപ്പൊ, കുറേ ഞാൻ സൈലന്റ് ആയി. ഓക്കെ, അങ്ങനൊരു സാധനം. 2023 പോയൊരു ബെസ്റ്റ് പ്ലേസ്? ഞാൻ മുംബൈയിലൊന്നും പോയിട്ടില്ല. മുംബൈയിൽ പോയത് നല്ലതായിരുന്നു. എന്തിന്? ആഡിന്റെ ഇതിന് പോയി. ആഡിന്റെ ഇതിന് പോയി. പിന്നെ അവിടെ നമുക്ക് ഈ യൂട്യൂബിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയി. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് 2 പേരായിരുന്നു പോയത്. ഒന്ന് ഞാനും മറ്റേ KL ബിജു ബ്രോ. അത് അടിപൊളിയായിരുന്നു. ഓക്കെ. ഇനി 2023 ഒരു വേഴ്സ്റ്റ് മൂവി അവാർഡിന് ജാസ്മിന് അവാർഡ് കൊടുക്കാൻ വിളിക്കുകയാണെങ്കിൽ ഏത് മൂവിക്ക് കൊടുക്കും? അയ്യോ, എനിക്ക് അറിയാൻ പാടില്ല കുട്ടാ. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് മൂവി കാണുന്ന ഒരാളല്ല. ഭയങ്കര കുറവാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇപ്പോഴും കാണുന്ന ഏതെന്നറിയാമോ? പണ്ടത്തെ സിനിമകളുണ്ടല്ലോ, അതിലും പഴയ സിനിമകളുണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ ഇരുന്ന് കൂടുതലും കാണുന്നത്. എനിക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ വരത്തില്ലേ നമ്മുടെ യൂട്യൂബില്, ഇതിന്റെ ഒരു 5 മിനിറ്റത്തൊക്കെ. അപ്പൊ ഞാൻ അത് പോയിരുന്നു കണ്ട് ആ സിനിമ ഏതാന്ന് നോക്കി അത് പോയിരുന്നു ഫുള്ളിരുന്ന് കാണാം. അങ്ങനെയൊക്കെ കാണുന്ന ആളാണ്. തിയേറ്റേഴ്സിലൊന്നും പോവാറില്ല? പോവും, വളരെ കുറവാണ്. എനിക്ക് കാണണമെന്ന് തോന്നുന്നു. എൻ്റെ അനിയൻ ഭയങ്കര പ്രാന്ത, സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവ എങ്ങനെയാണെന്ന് പറയുന്നത്, ആദ്യം നമുക്ക് സിനിമയ്ക്കാം അങ്ങനെ പോത്തേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഭയങ്കര സിനിമ പ്രാന്തയില്ല. ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട മൂവി ഏതാ? ലാസ്റ്റ് കണ്ടത് ഏതായിരുന്നു? അയ്യോ, ഏതായിരുന്നടാ, ഓർക്കുന്നില്ല. ഏതായിരുന്നു? ഇപ്പൊ അടുത്തിറങ്ങി ഏതെങ്കിലും സിനിമ പറഞ്ഞു? ഒരു ഇൻഫ്ലുവൻസർ
സിനിമയെ കുറിച്ചൊന്നും അപ്ഡേറ്റഡ് അല്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആള്. സോഷ്യൽ മീഡിയ സിനിമയും തമ്മിൽ എന്ത്? ഓക്കെ, 2023 ഇഷ്ടമല്ലാണ്ട് ചെയ്തെന്തെങ്കിലും? ഇഷ്ടമല്ലാണ്ട് ചെയ്തെന്തെങ്കിലും അങ്ങനൊന്നുമില്ല, എല്ലാം ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തതാ. പിന്നെ അങ്ങനൊന്നും ഇല്ലടാ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വർക്ക് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും ആണോ? എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? പ്രശ്നങ്ങളല്ല, അല്ലാണ്ട് എന്തെങ്കിലും. എങ്ങനെ വയ്ക്കുകയാണെങ്കിൽ എന്താ ഇഷ്ടമല്ലാണ്ട് ചെയ്തേ? ഇഷ്ടമല്ലാണ്ടൊന്നും ചെയ്തില്ല, എല്ലാം ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തതാ. ഓക്കെ, പിന്നെ സാഹചര്യങ്ങൾ കാരണം എന്തെങ്കിലും ഇഷ്ടമല്ലാണ്ട് ചെയ്തെങ്കിലേ ഉള്ളൂ. ഓക്കെ, 2023 പഠിച്ചൊരു ലെസൺ? ഞാൻ പറഞ്ഞല്ലോ, നമ്പ മാട്ടേന്ന് പറഞ്ഞാൽ നമ്പ മാട്ടേന്ന് ആരെയും ലൈഫിൽ നമ്പ മാട്ടേ. ഞാൻ ഭയങ്കര ഓവറായിട്ട് എല്ലായിടത്തും ഇതാവുന്നത്, അത് നിർത്തി. അത് ഞാൻ പഠിച്ച ലെസണോണെങ്കിൽ ഞാൻ ചെയ്യില്ല ഒരിക്കലും. ഇനി 2023 ഇപ്പൊ കഴിയാറായല്ലോ, അപ്പൊ 2023 ഇപ്പൊ കറന്റ്ലി ഉള്ള എന്തെങ്കിലും നെക്സ്റ്റ് ഇയറിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ള എന്താ? നെക്സ്റ്റ് ഇയറിലോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ള എന്താണ്? ഞാൻ പണ്ട് തൊട്ടേ എല്ലാവരെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇപ്പം മസ്താൻ എന്നെ കുറച്ച് നേരം എടുത്ത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് വേണ്ടിയ അയ്യോ എന്തൊരു പാവം കൊച്ചു അങ്ങനെ വിചാരിക്കാം. ഇപ്പം എനിക്ക് ആ ഒരു സാധനം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ട്രസ്റ്റ് ഇഷ്യൂ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അതെനിക്ക് നല്ലവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ചീത്തയായിട്ടുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ പണ്ടത്തെ ആ ഒരു നല്ലവരെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാധനം എനിക്ക് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ ഇപ്പം എല്ലാത്തിനും ഒരു വിറയിലുണ്ട്. കണ്ടപ്പോൾ തന്നെ വിറക്കുന്നുണ്ട്. മൊത്തത്തിൽ പേടിച്ചാണോ? അല്ല, പേടിയെന്നല്ലടാ, ഒരു എന്തോ ഉണ്ടെണ്ണം. ഞാൻ ഭയങ്കര തുള്ളിച്ചാടി നടന്ന ഒരാളാണ്. അപ്പൊ ഞാൻ തുള്ളി ചാടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ഇത്രയും ആൾക്കാരിരിക്കുകയല്ലേ, ഇപ്പൊ ഞാൻ ആരിരുന്നാലും അങ്ങനെ മൈൻഡ് ചെയ്യാതെ എല്ലാവരോട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരിതായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് കുറച്ച്. ഇപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്, അയ്യോ എല്ലാവരും ഇരിക്കുന്നുണ്ടല്ലോ ചുറ്റിനും എന്നുള്ളൊരു സാധനം. ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, പഴയ ഒരു ഇത് തന്നെ. എന്നെ അത്ര അടുത്തറിയാവുന്നവരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസത്തെ ഒരു പരിചയത്തിൽ എനിക്ക് പറ്റില്ല. പറ്റാതായി. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, ഫുൾ ചില്ലായിരുന്നു. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ കുട്ടി ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം. ഓക്കെ, 2023 ആ ഒരു ഇയറിലെ ജാസ്മിന്റെ ലൈഫ് ഒരു ഫിലിം ആക്കുവാണെങ്കിൽ അതിന് എന്ത് പേരിടും? ആ പേര് ഇവിടെ പറയാൻ കൊള്ളത്തില്ല, എനിക്കറിയില്ല. കാണുന്ന പ്രേക്ഷകർ എനിക്ക് അറിയാവുള്ള എന്തായാലും 2023 എല്ലാ ലൈഫും എല്ലാവർക്കും അറിയാം. അറിയാത്തതായിട്ടൊന്നുമില്ല. പേര് പറ, എന്നാ കൊള്ളാത്ത പേര് പറ, ഞാൻ കേക്കട്ടെ. നല്ലതാണെങ്കിൽ അത് എവിടെ പറയുന്നില്ല. എന്താ ഇടൂല? മസ്താനിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തിടും? അങ്ങനെ പറയൂ, താങ്കൾ പറയൂ. ഞാനല്ലേ ചോദ്യം ചോദിച്ചേ? താങ്കൾ പറയൂ, ഒരു ഊഹം വെച്ചൊരെണ്ണം പറയേ. ജാസ്മിൻ ജാഫറിന്റെ ഡയറി കുറിപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ 2023 ഫ്ലാഷ് ബാക്ക് സെഗ്മെന്റ് ഇവിടെ അവസാനിച്ചിരിക്കണം. ആശ്വാസം, ഇനി എനിക്ക് വെള്ളം തരൂ. ഈ ഒരു കോസ്റ്റ്യൂമിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വേറൊരു ഗെയിം കളിക്കാം. മറ്റേ ലെറ്റർ ചലഞ്ച് അറിയാമോ? ഒരു ലെറ്റർ വെച്ചിട്ട് മാത്രം ആൻസർ പറയണം. ചോദിക്കുന്ന ഫസ്റ്റ് ലെറ്റർ തുടങ്ങണം. എഴുതോടണം. സായോ? ഓക്കെ, സാ. എങ്ങനെയുണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ? എങ്ങനെ പോകുന്നു? സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഒരു കോസ്റ്റ്യൂമിനെ കുറിച്ച് എന്താ പറയാനുള്ള? സങ്കല്പിച്ചതുപോലെ തന്നെ ഉണ്ട്. ആണോ? വന്നപ്പോഴേ ഇങ്ങനെ സങ്കല്പിച്ചായിട്ടാണോ വന്നേ? സമയം ഇരുത്തി ആലോചിച്ചിട്ടാ വന്ന്. ഓക്കെ, ക്രിസ്മസിന് എന്തൊക്കെയാ ചെയ്യാറ്? സലാഡ് ഉണ്ടാക്കാറുണ്ട്. സാന്റാക്ലോസിനെ കണ്ടാൽ എന്ത് ചോദിക്കും? സാരി. ഓക്കെ, നമ്മുടെ വെറൈറ്റി മീഡിയനെ കുറിച്ച് എന്താ അഭിപ്രായം? സൂപ്പറാ. വെറൈറ്റി മീഡിയയിൽ ഫേവറേറ്റ് ആങ്കർ ആരാ? സുന്ദരിയായ മസ്താനി. ഇഷ്ടമില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താ പരിപാടി? സാരി വാങ്ങാൻ പോകണം. ഈ സാരിയാണോ കൂടുതൽ ഇഷ്ടം? സൽവാറും ഇഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? സ്വയംഭനായിട്ട്. ഏത് ഫുഡ് ഏറ്റവും ഇഷ്ടം? സാമ്പാർ. ഓക്കെ ഓക്കെ. ഈ എങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക്? സാറ് കൊണ്ടുവന്നു. സാറ് വരുന്ന സന്തോഷ് എന്നാണെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട സിനിമ? സമയം എടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതിയോ? ഓക്കെ, യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ള? സമാധാനമായിരിക്കും, സന്തോഷത്തോടെ ഇരിക്കും. ഓക്കെ, ജാസ്മിൻ ഒരു ഫിലിമിലേക്ക് ഹീറോയിനായിട്ട് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? സരിഗമ പാടി ഞാൻ ആലോചിക്കും. ഓക്കെ, ഇഷ്ടപ്പെട്ട പാട്ട്? ഒരു പാട്ട് പാട് സാധിച്ചു. സമയമിതാ പൂർവ്വ സമയം.
ഇപ്പൊ മനസ്സിൽ എന്താ തോന്നുന്നേ? സ്വന്നില്ല. സ്വന്തമോ? അങ്ങനെ പറയില്ലേ, വേറെ പറ. എന്താ തോന്നുന്നേന്നോ? ആ, സന്തോഷം. ഓക്കെ. ഫുഡ് കഴിച്ചായിരുന്നോ? ആ, സലാഡിന്റെ കൂടെ സാമ്പാർ കുഴച്ച് കഴിച്ചിട്ടാ വന്നേ. ഓക്കെ. പെട്ടെന്ന് മഴ പെയ്ത് എന്ത് ചെയ്യും? സാരിയും ബുക്കിയോടും. ഈ മേക്കപ്പ് ഒക്കെ ഇട എത്ര സമയം എടുത്തു? സമയം 2 മണിക്കൂർ. ഇഷ്ടപ്പെട്ട മേക്കപ്പ് പ്രോഡക്റ്റ് ഏതാ? സൊമപ്പിച്ച് ബ്ലഷ്. സമർപ്പിച്ച. ഓക്കെ. ഫേവറേറ്റ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിന്റെ പേര്? സരയു. സരയിനെ ഇഷ്ടപ്പെടാനുള്ള 3 റീസൺ. ഓക്കെ. പക്ഷെ ജാസ്മിൻ തോപ്പിക്കാനാവുന്നല്ലോ ഗൈസ്. ജാസ്മിൻ വളരെ അടിപൊളിയായിട്ട് എല്ലാത്തിനും സമയമെടുത്ത് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്. ശരി, ശരിക്കും പെട്ടെന്ന് പറയണോ? ഞാൻ ആകെ കുറച്ച് സെക്കൻഡ്, അതൊരു 2-3 മിനിറ്റ്. ശരി. മസ്താനോട് ചോദിക്കാം. എല്ലാം ഇറ് വെച്ച് പറയണം. ഇറ് വെച്ച് പറഞ്ഞു. ഇറ് വേണ്ട, ഹാ വെച്ച് പറഞ്ഞു. ഹായോ? ഹാ വെച്ച് വാക്കുണ്ടോ? പിന്നെ വാക്കില്ലേ? ഓക്കെ, ഹാ വെച്ച് പറയാം. അത് വേറെ അക്ഷരം വേണോ? കുഴപ്പമില്ല, പറയാൻ നോക്കാം. ഹാ വെച്ച് പറയാം. ഓക്കെ, ശരി. മസ്താന എവിടുന്നാ വരുന്നേ? ഹോമിൽ നിന്ന്. ഹോമിൽ എന്തൊക്കെ ഉണ്ടാക്കി രാവിലെ? ഹൽവ. ഹൽവ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി ആയിരുന്നു കഴിച്ചപ്പോ. മാല എവിടുന്നാ? ഹഡ്സൺ. സമയം എടുക്കുന്നില്ല പാവുകുട്ടി. ഉടുപ്പൊക്കെ നല്ല രസമുണ്ട്. ആരാ പറഞ്ഞ ഈ ഉടുപ്പിട്ടോട്ട് വരാൻ? ഹരി. ഹരിയായിട്ടെന്താ ബന്ധം? ഹിതമല്ലാത്തൊരു ബന്ധം. ഫോണിൽ എന്തൊക്കെയുണ്ട്? ഹലോ ആപ്പ്. ഹലോ ആപ്പ് എന്തിനാ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്? ഹണി ബീസിനെ കാണാൻ. ഈ കുട്ടി എന്തെങ്ങനെ? ഹണിബി. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഹരികൃഷ്ണൻസ്. എന്താ ഹരികൃഷ്ണൻസ് ഇഷ്ടപ്പെടാൻ അത്രയും കാര്യം? ഹരിയും കൃഷ്ണനും ഉള്ളതുകൊണ്ട്. കാലിലെന്താ ഇട്ടേക്കുന്നത്? ഹോട്ട് പാൻസ്. ഹോട്ട് പാൻസോ? കാലിന്റെ പാദത്തിലോ? ഹോട്ട് പാൻസ് ന്യൂ ട്രെൻഡ് ആയതുകൊണ്ട്. ന്യൂ ട്രെൻഡ് ആയതുകൊണ്ട് കാലിന്റെ പാദത്തില്. ശരി, എന്നാ കാലൊന്ന് കാണിച്ചേ. നഖത്തിലെന്താ ഇട്ടേക്കുന്നത്? ഹോർലിക്സ് കലക്കിയ. ഹോർലിക്സ് കലക്കിയിട്ട് അറിയാത്ത വെച്ചാ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇതിന് പറയുമായിരുന്നു നല്ലിക്കാൻ കൂടി വയ്യ. എന്തോ അത് നല്ല രസമായിരിക്കും രണ്ടുപേരും കൂടെ. രണ്ടെണ്ണം ഒരൊറ്റ ഫ്രെയിം. ഓക്കെ. അടുത്ത നമ്മുടെ സെഗ്മെന്റ് വാട്ട്സ് ഇൻ മൈ ഫോൺ. നമ്മൾ ഏത് ഫോൺ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ്? 13 Pro. ഓക്കെ. ഫസ്റ്റ് ചോദിക്കാം, ലാസ്റ്റ് ഗൂഗിൾ സെർച്ച്. ക്യൂട്ട്. ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് എന്താ? ഞാൻ ഇന്നലെ പോയതിനകത്ത് ആരതിയുടെ ഇതാ നോക്കിയത്. എന്താ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 ആക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ ആരതി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് പേര് എനിക്ക് ആരാധ മനസ്സിലായില്ല. അപ്പൊ ഞാൻ അതടുത്ത് നോക്കിയത്. ആരതി ആക്ട്രസ് ആരാ. ഓക്കെ. ലാസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്? എനിക്ക് ചേച്ചി അറിയായിരുന്നു കേട്ടോ, പക്ഷെ പേര് പറഞ്ഞ പേര് മനസ്സിലായി. ഓക്കെ. ലാസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്? ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ? ഓക്കെ. സെലിബ്രിറ്റി കോണ്ടാക്ട്? അങ്ങനെ ആരും ഇല്ലടാ എനിക്ക്. ഏറ്റവും ലിസ്റ്റിലുള്ള ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഫോളോവേഴ്സ് ഉള്ള ആരാ അങ്ങനെ പറയാൻ? ഇപ്പൊ വേണമെങ്കിൽ അഷിയെ പറയാം. അവള് പിന്നെ സെലിബ്രിറ്റി ആയിട്ടൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. വേറെ ആക്ടേഴ്സ് ആക്ട്രസസ് ആരും ഇല്ല. കോണ്ടാക്ട് ഇല്ല. ഫോൺ DP? വാട്സ്ആപ്പ് DP ആണോ? വാട്സ്ആപ്പ് അല്ല, വാൾപേപ്പർ. ഫസ്റ്റ് വാൾപേപ്പർ. ഒന്നുമില്ല. തുറക്കട കുട്ട അങ്ങോട്ട്. എൻ്റെ ഒന്നും ഇടാത്ത ഇഷ്ടമല്ല, ഇടാറില്ല. വാട്സ്ആപ്പ് DP? എൻ്റെ സുലുമോള്. അതാരാ? എൻ്റെ ബെസ്റ്റ് ബഡി ചങ്ക്. ഓക്കെ. ലാസ്റ്റ് യൂസ് ഇമോജി? ഇമോജി വാട്സപ്പിലാണോ? എൻ്റെ ഏതൊരു ഒരു സാധനം എടുത്ത് തുറന്ന് ഞാൻ കാണിച്ചു തരാം. അത് കാണിയില്ലേ, കണ്ണീരിൻ്റെ. ഏതാ അത്? കരയുന്നതാണോ? മറ്റേ ഒരു ഡ്രോപ്പ് വരുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇമോജി അതാണോ? അല്ല. ഏതാ? ശരി.
ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ തമ്മിലൊക്കെ ക്രിയേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നില്ല. ഞാൻ ലവിന്റെ യൂസ് ചെയ്യാറുണ്ട്, ഇങ്ങനെ കണ്ണടക്കുന്നത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ, പിന്നെ ചിരിക്കുന്നത്, കരയുന്നത് എല്ലാം ഉപയോഗിക്കാറുണ്ട്. ദുരുപയോഗിക്കത്ത് എന്തോണ്ടേ. ഓക്കെ. ലാസ്റ്റ് വാട്സപ്പ് ചാറ്റ് അയച്ചത് ആർക്കാന്ന് പറഞ്ഞാൽ മതി. കൊളാബിന്റെ കുറച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഉമ്മ 2 വോയിസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഇൻസ്റ്റഗ്രാം മെസ്സേജ് റിക്വസ്റ്റ് ആണോ? മെസ്സേജ് റിക്വസ്റ്റ്. ഏതോ ഒരു പാർലർ കൊളാബിന്റെ മെസ്സേജ് നടക്കുന്നത്. കൊളാബിന്റെ മെസ്സേജ്. പിന്നെ ഏതോ അഷറഫോ എന്തോ വന്നേക്കുന്നത്. ഹായ് തിരിച്ചൊരു ഹായ് കൊടുക്കും. ഓക്കെ. ഫേവറേറ്റ് സ്റ്റിക്കേഴ്സ് അയക്കാറുണ്ടോ? സ്റ്റിക്കേഴ്സ് അയക്കാറുണ്ട്. ഞാൻ എൻ്റെ കോണ്ടാക്റ്റിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ആർക്കിട്ടെ. എൻ്റെ പൊന്നെ, എൻ്റെ ഇതിൽ തന്നെ ഞാൻ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. കാണിക്കില്ലടാ, ഞാൻ തപ്പനും കാണിച്ചിട്ട് കാണിച്ചു തരാം. ഈ സാധനം. ഓക്കെ. അതാണ് ഞാൻ കൂടുതലും അയക്കാറ്. ഓക്കെ. ഫേവറേറ്റ് ഫിൽറ്ററോ? ഹോട്ട്നെസ്സോ അങ്ങനെ എന്തോ. ഓക്കെ. ഒരു ബ്ലാക്കിലല്ലേ? അതാണ്. ബ്ലാക്ക് അല്ലടാ, വേറെന്തോ ഒരു ഹോട്ട്നെസ് അങ്ങനെ എന്തോ. ഒരു സാധനം, ഒരു ഹോട്ട് ഫേവറേറ്റ് അല്ലേ. അത് കൂട്ടിക്കോ, അതാന്ന് കുച്ചോ. ഓക്കെ. ഇൻസ്റ്റയില് ലാസ്റ്റ് സെർച്ച് ചെയ്ത പ്രൊഫൈൽ? ഇറ്റ്സ് മീ മാച്ചോ അങ്ങനെ എന്തോ. ഓക്കെ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ്? അയ്യോ, ആ കൊച്ചിന് എന്തിനാ എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ജാസ്മിനെ താരം എൻ്റെ മെസ്സേജ് നോക്കാൻ. അങ്ങനെ സെർച്ച് ചെയ്ത വെച്ചാ. അല്ലേ ആ കൊച്ചിന് ഈ കൊച്ചിന് എന്നെ സെർച്ച് ചെയ്തു. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന? ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്. ഓക്കെ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പ് ഏതാ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബ്. ഓക്കെ. ലാസ്റ്റ് മെസ്സേജ് ചെയ്ത സെലിബ്രിറ്റി? ഇല്ലടാ, എനിക്ക് സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് ആരുമില്ല. ഇപ്പം എന്തുവാ മിണ്ടുവെന്ന് ചോദിച്ചാല് എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആണ്ടിലൊരിക്കൽ വർഷത്തിലൊരിക്കൽ ആരോടും മിണ്ടിയാലേ. ഇതല്ലാതെ ആരുമായിട്ടും എനിക്ക് അങ്ങനെ കമ്പനി ഇല്ല. അടുത്തത് നമ്മൾ കുറച്ച് കുസൃതി ചോദ്യം ചോദിക്കാം. 6 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളികൾ നാക്കുകൊണ്ടും ഇംഗ്ലീഷുകാർ കാലുകൊണ്ടും ചെയ്യുന്നത് എന്ത്? മലയാളികൾ നാക്കുകൊണ്ടും ഇംഗ്ലീഷുകാർ കാലുകൊണ്ടും ചെയ്യുന്നത് എന്താ? ആലോചിക്കേ. മലയാളികൾ നാക്കുകൊണ്ടും ഇംഗ്ലീഷുകാർ കാലുകൊണ്ടും. മലയാളികൾ നാട്ടുകാരെ നാക്കുകൊണ്ട് തന്നെ ചവിട്ടിത്തല താഴെ ഇടും. ഇംഗ്ലീഷുകാർ കാലുകൊണ്ടേ പറ്റത്തുള്ളൂ. അത് നല്ലൊരു വാലിഡ് പോയിന്റ് ആയിരുന്നു. പക്ഷേ വാക്ക് ഇംഗ്ലീഷില് WALK വാക്ക്, മലയാളത്തിൽ വാക്ക്. ഓ നൈസ് നൈസ് നൈസ്, സൂപ്പർ സൂപ്പർ. താങ്ക്സ്. കട്ടിക്ക് കൂടെ നിൽക്കുന്ന ഫ്രൂട്ട്? സപ്പോട്ട. സൂപ്പർ. മിന്നൽ മുരളിയിൽ ടോവിനോയുടെ സൗണ്ട് കുറച്ച് ബേസ് കൂടുതലാണ്, എന്തുകൊണ്ട്? സൗണ്ട് കുറച്ച്, അത് ബേസിൽ ചെയ്തോണ്ട്. എങ്ങനെ അറിയാ? പറഞ്ഞു ആ ഫ്ലോയിൽ തന്നെ മനസ്സിലായി. ഓക്കെ. ഒരു സുഹൃത്തിന് പേന കിട്ടിയാൽ അപ്പോ തള്ളാൻ തുടങ്ങും, വൈ? ഒരു സുഹൃത്തിന് പേന കിട്ടിയാൽ അപ്പൊ തള്ളാൻ തുടങ്ങും. സുഹൃത്തിന്റെ പേരാണോ പറയണ്ടേ? എന്തുകൊണ്ടാന്ന്? പേന കിട്ടിയ അപ്പൊ തള്ളാൻ തുടങ്ങും. അജിനാണോ? അത് പേന വേണമെന്നില്ല. നല്ല അഭിപ്രായ. സൊസൈറ്റിയിൽ എന്നെ പറ്റി നല്ല അഭിപ്രായം. അറിയില്ലടാ കുട്ടാ. പുഷ്പനോ? കുട്ടിക്ക് അവാർഡ്. ഓക്കെ. ഒരാൾ ഒരാടിനെ വാങ്ങാൻ പോയി. സാധാരണ ആളുകൾ വില പേശുമല്ലോ എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോ, പക്ഷെ ഇവൻ വില കൂട്ടാൻ പറഞ്ഞു. കാരണം? കോടീശ്വരനായിരുന്നു, വേദനിക്കുന്ന കോടീശ്വരൻ. ആണ്, പക്ഷെ വേറെ ആൻസർ പറ. ആട് പണക്കാരനോ? ആട് ADD ആ ആടാണോ? അല്ല, റിച്ചാർഡ്. അവന്റെ പേര് റിച്ചാർഡ് എന്നായിരുന്നു. സോ റിച്ചാർഡ് ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട്. ഓക്കെ. സിനിമാക്കാർ ശരിയായിട്ട് ഡാൻസ് കളിച്ചാൽ എന്താകും? സിനിമാക്കാർ ശരിയായിട്ട് ഡാൻസ് കളിച്ചാലോ?
കറക്റ്റ് ഡാൻസോ, ഓക്കെ ഡാൻസോ, സൂപ്പർ ഡാൻസോ? അല്ല. പിന്നെന്താ? എന്നെ വിട്ടിട്ട് സിനിമ ടിക് ഡാൻസ്. സിനിമ ടിക് അല്ലേ ശരി, അപ്പൊ സിനിമ ടിക് ഡാൻസ്. നമ്പർ 5 എപ്പോഴും ഉയരങ്ങളിലാണ്. വൈ? ഹൈഫൈ ആയതുകൊണ്ട്. അതെ, കറക്റ്റ് ആണോ? യാറ് കിട്ട. നമ്മൾ ഇത്ര ലോക്കൽ ആവണോ അല്ലേ? നമ്മളൊന്നും ചിന്തിക്കരുത്, നമുക്ക് പറയണ. റമ്മുകളിൽ ഏറ്റവും മൂത്തതാര്? റമ്മില്ല, റം അതിലേറ്റവും. സോറി മസ്താനി, അതെനിക്കറിയില്ല. മൂത്രം. അയ്യോ അലമ്പ് പെണ്ണ്, കൂറ കാട്ടു കൂതറ. ഞാൻ എന്റെ മോതിരത്തിൽ കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നാൽ എന്താകും? മോതിരത്തിൽ കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നാലോ? ലുക്ക്. ഓ, അതവിടെ നോക്കുക. സ്റ്റെയറിംഗ്. ഓക്കെ ബൈ. ഓക്കെ, ലാസ്റ്റ് വൺ. ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ ഒരു പാറ്റയെ കണ്ടു. ഉടനെ ഞാൻ തല്ലിക്കൊല്ലാൻ എന്താ? അപ്പഴേ തല്ലിക്കൊല്ലാൻ എന്താന്ന്? അല്ല, എനിക്ക് പേടിയ തല്ലിക്കൊല്ലാൻ. അപ്പൊ ഞാൻ കൊത്തയിലെ കലാപക്കാര സോങ് പാടി. അപ്പൊ പാറ്റ ചത്തു. കാരണം അറിഞ്ഞൂടാ. കുട്ടി തന്നെ പറ. ആലോചിക്കങ്ങോട്ട്. ഏത് പാട്ടാ പാടിയേ? കലാപക്കാര. കൊത്തയിലെ. ഇങ്ങനെ ആക്കിയപ്പോ കുത്തിയോ? അല്ല, ആലോചിക്ക. കിട്ടുന്നില്ല. ആ സോങ് ഹിറ്റായിരുന്നല്ലോ. ഹിറ്റടിച്ചു പാറ്റ ചാവും. അങ്ങ് മെഴുകുവാ കിടന്നങ്ങ്. കയ്യോ. സ്വന്തമായി റാമുള്ള നടൻ. സ്വന്തമായി റാമുള്ള റാം. ആരെയും റാം. ജയറാം. സിമ്പിൾ. കഴിഞ്ഞു. എന്റെ പുച്ഛം കറക്റ്റ് ക്ലോസ് കഴിഞ്ഞു. വളരെ സൂപ്പർ ആയിട്ട് കളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. താങ്ക് യു. എനിക്ക് ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈലൈറ്റ് ആയിരുന്നു മൂത്രം. അതെന്നെ ഘടാതെ ആകർഷിച്ചു. അപ്പൊ അങ്ങനെ വളരെ തിരക്കുകളിൽ നിന്ന് നമ്മുടെ കൂടെ ക്രിസ്മസ് സെലിബ്രേഷൻ മെമ്മറീസ് ഒക്കെ പങ്കുവെക്കാൻ വേണ്ടി ഓടി എത്തിയ ജാസ്മിൻ. ക്രിസ്മസിനെ പറ്റി ഒരക്ഷരം ഒന്ന് രണ്ടെണ്ണൊക്കെ ചോദിച്ചിരുന്നു. ഓക്കെ, ജാസ്മിന് ഒരുപാട് നന്ദി. ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം. ഇവിടുന്ന് പോയ ഈ വഴിയിൽ ഇങ്ങോട്ടുള്ള വഴി ഞാൻ മറക്കും. നല്ലായിരുന്നു, നല്ല ഇന്റർവ്യൂ ആയിരുന്നു. എന്താ അഭിപ്രായം? ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞോ ചോദിച്ചു. ഓക്കെ, എന്താ അഭിപ്രായം? നല്ലയാ, നല്ല ഇന്റർവ്യൂ. ഭയങ്കര പാവം പിടിച്ച നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കൊച്ചാ. താങ്ക് യു. ഇനി പറ. ജാസ്മിൻ എന്ന് വെച്ചാൽ വളരെ നല്ല കുട്ടിയാണ്. പക്ഷെ ഭയങ്കര ഒതുങ്ങിപ്പോയി. അതെന്റെ വിഷമം. എനിക്ക് ആ പഴയ ജാസ്മിനെ വേണമായിരുന്നു. പഴയ എന്നെ കണ്ടിട്ടുണ്ടോ? ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇനി അങ്ങോട്ടുള്ള 2024 അടിപൊളി ഇയേഴ്സ് ആവട്ടെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ.